2-3 ദിവസം മുമ്പ് നീലാംബരി എഴുതിയ എട്ടിൻ്റെ ജാതകം എന്ന കഥയ്ക്ക് ഒരു പാർട്ട് കൂടി വേണമെന്ന് പലരും കമൻ്റ് ചെയ്തിരുന്നു. ആ കമൻ്റ് വായിച്ച നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി അതിനൊരു അവസാന ഭാഗം കൂടി എഴുതിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കേട്ടു നോക്കാം. എട്ടിൻ്റെ ജാതകം. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കോളേജ് വിട്ട നേരം മുതൽ കൂട്ടുകാരികളുമൊത്ത് കോളേജ് പാർക്കിങ്ങിൽ വാറ്റിക്കൊണ്ട് നിൽക്കുകയാണ് കാർത്തിക. അങ്ങനെ നിന്റെ ചേച്ചിയുടെ ഭാഗ്യം നിനക്ക് വന്നിരുന്നു അല്ലേ കാർത്തികേ? എന്തായാലും ചുള്ളം വിനയ് സാറ് നിന്നെ കെട്ടാൻ പോകുന്ന ഇവരെ കോളേജിൽ മൊത്തം പാട്ടാ. നിന്റെയൊക്കെ ടൈം. കൂട്ടുകാരികളിൽ ഒരുവൾ പറഞ്ഞതും കാർത്തികയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അതിരിക്കട്ടെ, നീ ധ്രുവേട്ടൻ എന്ന് പറഞ്ഞ് നടന്നല്ലേ? പുള്ളി ആളെങ്ങനെയാ? ചുള്ളന്? വിനയ് സാറിന്റെ അത്രയും വല്ലായിരിക്കും അല്ലേ? അത് പിന്നെ മറ്റൊരു കൂട്ടുകാരിയുടെ ആസ്ഥാനത്തുള്ള ചോദ്യത്തിന് മുമ്പിൽ കാർത്തിക ഒന്ന് പരിങ്ങി. ചുള്ളനല്ല എന്ന് പറഞ്ഞ കള്ളായി പോവും, പിന്നെന്താ പറയാ? വിക്കി നിൽക്കെ കാത്തിരുന്നതിന് ഫലം കണ്ട പോലെ കാർത്തികയുടെ മുഖത്ത് ചിരിമിന്നി. ദയവായിരുന്നു വിനയ് ചന്ദ്രൻ. ആരെയും മൈൻഡ് ചെയ്യാതെ കട്ട് വെയിറ്റിട്ട് കാറിനടുത്തേക്ക് വന്നവൻ കീ ഉയർത്തി കാറിന്റെ ലോക്ക് മാറ്റി ഡോർ തുറന്നു. കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞ് കാർത്തിക വിനയുടെ അടുത്തേക്ക് പാഞ്ഞു. വിനയേട്ടാ, ഞാനുണ്ട്. കിതച്ചുകൊണ്ട് കാറിനടുത്തേക്ക് വന്നു നിന്നവളെ വിനയൻ കടുത്ത മുഖത്തോടെ നോക്കി. അതെങ്ങനെ ശരിയാവും കാർത്തിക? ഞാൻ എന്റെ വീട്ടിലേക്കാ, നീ നിന്റെ വീട്ടിലേക്കും. എന്റെ കൂടെ വന്നാൽ നീ എങ്ങനെ നിന്റെ വീട്ടിലെത്തും? അൽപൂച്ചത്തിൽ വിനയ് ചോദിച്ചു. പുറകിൽ നിന്ന കാർത്തികയുടെ വാലിൽ 2 വായുകുത്തി ചിരിയടക്കി. കൂടാതെ വായി നോക്കി വെള്ളമിറക്കി വേറെയും പെൺതരികൾ അവിടെ നിൽപ്പുണ്ട്. വിനയുടെ നാവിൽ നിന്ന് കേട്ട് വിശ്വസിക്കാനാവാത്ത അറിഞ്ഞിന്ന് പോയി കാർത്തിക. അപമാനത്താൽ അവിടെ മുഖം മാറിയത് കാണെ വിനയ് ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ദേഷ്യം കടിച്ചമർത്തി കാർത്തികയെ നോക്കി പറഞ്ഞു, കയറ്. ഇനി നിന്നാൽ മാനം കപ്പലേറുന്നു മനസ്സിലായ കാർത്തിക വേഗം കാറിനുള്ളിലേക്ക് കയറി. കാർത്തിക, ഈ പരിപാടി ഡെയിലി പറ്റില്ല കേട്ടോ. എന്നൊരു വാക്ക് ചോദിക്കാതെയാ ഇയാളുടെ ഒപ്പം വരാൻ കാത്തുനിന്ന്. അത് ഇത്രയും സ്റ്റുഡൻസ് നോക്കി നിൽക്കേ. എന്നും നിന്റെ വീട് വരെ കൊണ്ടാക്കുന്നതിന് എന്റെ സമയം നഷ്ടാ, ഒപ്പം പെട്രോളും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. മാത്രമല്ല, ഞാനൊരു അധ്യാപകനാണ്. കോളേജ് പിള്ളേർ പോലെ പ്രേമിച്ചെടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഒരുമിച്ചുള്ള വരവുമ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. വിനയിൽ നിന്ന് നല്ല തികച്ചും കിട്ടിയ സ്ഥിതിക്ക് മേലിൽ ആവർത്തിക്കലെന്ന് കാർത്തിക സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. വലിയ വായിൽ ഡയലോഗും പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചതും കാർ സ്റ്റാർട്ട് ആവാത്ത കാണെ ദേഷ്യത്തിൽ മുഷ്ടിയുരുട്ടി സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ച് വിനി. കാർത്തിക ഒരു നിമിഷം ഒന്ന് വിറച്ചുപോയി. രാവിലെ ആരെയാണ് അവ കണിയുണ്ട്? ഓരോന്നും വലിഞ്ഞു കയറി വന്ന് കാറിന് പണിയും കിട്ടി. പുറത്ത് കുറേ എണ്ണം കാറിലേക്ക് നോക്കി നിൽപ്പുണ്ട്. നീ വേഗം പുറത്തിറങ്ങ്. ഇല്ലേ കാറിനുള്ളിൽ അനാശ്വാസം നടക്കണമെന്ന് പോലും എല്ലാവരും കൂടി കഥ മെനഞ്ഞുണ്ടാക്കും. വിനയ് പറയുന്ന കേട്ട് കാർത്തിക ഞെട്ടി. വിനയേട്ട് എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ ഞാൻ അന്യൊന്നല്ലല്ലോ. വിനയേട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ? അല്ലെങ്കിൽ തന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കെന്താ? അത് നിനക്കതൊക്കെ കേട്ട് നല്ല ശീലം കാണും. പക്ഷെ എനിക്ക് ഈ കോളേജിൽ ഒരു നിലവിലേക്ക് ഉണ്ട്. ഇപ്പൊ തന്നെ നീ പുറത്തേക്ക് നോക്കി. എല്ലാവരുടെയും നോട്ട് കാറിലേക്കാ. ഇത്രയും നേരെ നമ്മളിതിനകത്ത് എന്താവും ചെയ്യുന്നതാവും അവരുടെ ചിന്തിക്കുന്നത്. സംസാരിച്ചിരുന്ന സമയങ്ങളെ വേഗം പുറത്തേക്കും കാർത്തിക. കാർ സ്റ്റാർട്ട് ആവാത്തതിന്റെ മുഴുവൻ ദേഷ്യവും വിനയ് തീർത്ത് കാർത്തികയുടെ മേലെയാണ്. അവന് പറയാനുള്ളതൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു. ഒപ്പം ദേഷ്യത്തിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശക്തിയിൽ ഡോറും വലിച്ചടച്ചിരുന്നവൻ. കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതാണോ ശരിക്കുള്ള വിനയ് ചന്ദ്രൻ? അവൾ സ്വയം ചോദിച്ചു പോയി. ക്ലാസ്സിൽ അല്പം ദേഷ്യമൊക്കെ കാണിക്കാറുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു വിനയേട്ടനെ അവൾക്ക് പരിചയമില്ലായിരുന്നു. ബാഗിൽ നിന്ന് ഹാൻഡ് കർച്ചീഫ് എടുത്ത് കണ്ണുകൾ അമർത്തി തുടച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാർത്തികയുടെ കൂട്ടുകാരികൾ നിന്നെടുത്ത് തന്നെ അവൾ ഉറ്റുനോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. കാർത്തികയുടെ കലങ്ങിയ കണ്ണുകൾ കാണെ വിനയ്ക്ക് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഈ കണ്ണുനീര്. ഇനി നിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഞാൻ നിന്നെ വല്ലതും ചെയ്തെന്ന്. പോട്ടെ, താ കണ്ണോടക്ക്. ഞാൻ പെട്ടെന്ന് എന്തോർത്ത് പറഞ്ഞു പോയതാ. ധ്രുവിനെ വിളിക്കാം, അവൻ വരട്ടെ. അവനോട് ഡ്രോപ്പ് ചെയ്യാൻ പറയാം. പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത് അല്പം മാറിയെന്ന് വിനയ് ധ്രുവിന്റെ നമ്പർ ഡയൽ ചെയ്തു. ഈ തക്കത്തിന് കൂട്ടുകാരികൾ രണ്ടും കാർത്തികയുടെ അടുത്തേക്ക് ഓടി വന്നു. ഡീ, എന്താ? എന്തു പറ്റി? നീ എന്താ കരഞ്ഞോ? വിനയ് സാർ വല്ലതും പറഞ്ഞോ? കാർത്തികയുടെ ചുമന്ന് കയറിയ മുഖവും കലങ്ങി മറിഞ്ഞ കണ്ണുകളും കണ്ടിട്ടാവണം അവരാ ചോദ്യം ചോദിച്ച്. ഏയ് ഒന്നുമില്ല, വിനയേട്ടന്റെ കാർ കംപ്ലൈന്റ് ആയി. ധ്രുവേട്ടനെ വിളിക്കുക വിനയേട്ടൻ. അതൊന്നല്ല, നിന്റെ മുഖം കണ്ടാൽ അറിയാം മോളെ. കലിപ്പം നിന്റെ നല്ലപോലെ കൊടഞ്ഞ മട്ടുണ്ടല്ലോ. കിണ്ടി ചോദിക്കുന്ന കൂട്ടുകാരികൾക്ക് തൽക്കാലം അവളൊന്നും ഇട്ടുകൊടുത്തില്ല. എങ്കിലും കാർത്തിക പോകുന്നവരെ അവരും അവൾക്കൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അല്പസമയം കഴിഞ്ഞതും ഒരു ബ്ലാക്ക് BMW കാർ ചീറിപ്പാഞ്ഞ് കോളേജ് വളപ്പിലേക്ക് പ്രവേശിച്ചതും എല്ലാവരും ഒരുപോലെ അവിടേക്ക് ഉറ്റുനോക്കി. പാഞ്ഞു വന്ന കാർ പാർക്കിംഗിലായി നിർത്തിയ ശേഷം ഡോറ് തുറന്ന് ധ്രുവ് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടുന്നവരുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു. ഒരു വൈറ്റ് ഷർട്ടും നേവി ബ്ലൂ പാന്റും അതേ നിറത്തിലുള്ള സ്ലിം ഫിറ്റ് ബ്ലേസറുമായിരുന്നു ധ്രുവിന്റെ വേഷം. കണ്ണിൽ നിന്നും സൺഗ്ലാസ് ഊരി ഷർട്ടിന്റെ ബട്ടൺ തുറന്നെടുക്കുന്ന ഭാഗത്ത് കോർത്തുകൊണ്ട് വേഷത്തിന് ചേരാത്ത ചിരിയും മുഖത്ത് ഫിറ്റ് ചെയ്ത് അവൻ വിനയുടെ അടുത്തേക്ക് നടന്നു.
ആരാണ് ഈ സുന്ദരൻ? കൂട്ടുകാരികളൊരുത്തി ചോദിച്ചുകൊണ്ട് കാർത്തികയെ നോക്കുമ്പോൾ കാണുന്നത് സെക്കൻഡ് ലുക്കിൽ കാറ്റുപോയി നിൽക്കുന്ന കാർത്തികയാണ്. വിനയോട് എന്തോ പറഞ്ഞ ശേഷം ധ്രുവ് കാർത്തിക് അടുത്തേക്ക് നടക്കുമ്പോൾ വിനയ് ധ്രുവിന്റെ കാറിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. എല്ലാവരെയും നോക്കി പല്ല് 32 കാണിച്ച് ചെക്കൻ നല്ലപോലെ നിളിച്ചു. ശേഷം കാർത്തികയോടായി ചോദിച്ചു, എന്താടി അവിടെ തന്നെ നിൽക്കുന്നത്? വരുന്നില്ല നീ? വാ പോവാ. അല്ല ഇതാരൊക്കെയാ? കാർത്തിക് കൊച്ചിന്റെ ചങ്കത്തികളാണോ? പറയിലാവൻ പെമ്പിള്ളേർക്ക് നേരെ കൈ നീട്ടി. പരസ്പരം നോക്കിക്കൊണ്ട് ഉണ്ണിയേട്ടനും ഫസ്റ്റ് എന്ന് ആരോ പറഞ്ഞ പോലെ രണ്ടുപേരും അവന്റെ കയ്യിൽ ഒരേ സമയം കൈ ചേർത്തു. അയ്യോ എന്തിനകത്ത് എടുക്കും? ധ്രുവേട്ടന്റെ കൈ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആദ്യം ചിന്നു, പിന്നെ മിന്നു. ഓക്കെ. അയ്യോ ചിന്നു മിന്നു എന്നല്ല, ഞാൻ വൈദേഹി, ഇവളും മൃണാളിനി. ഓ മൃണാളിനി, പേരൽപ്പം ടഫാ. പണ്ട് എനിക്ക് പണിയെടുക്കുന്ന ഇഷ്ടമല്ലേ, വിയർപ്പിന്റെ അസുഖം കൊണ്ട്. ചിന്നു മിന്നും കാർത്തിയുടെ ക്ലാസ്മേറ്റ്സ് ആണോ? രണ്ടും തലയാട്ടി സമ്മതിച്ചു. ആ അതെ. അല്ല ചേട്ടനാരാ? ഞാനോ? ഞാൻ ധ്രുവ് കൃഷ്ണ. ഗാംഭീര്യത്തോടെ പറഞ്ഞോണ്ട് അവൻ ആകാശത്തേക്ക് നോക്കി. നാശം പിടിക്കാൻ സമയത്തൊരു മിന്നൽ പോലും അടിക്കില്ല. അരേ പ്രകൃതി, ആകാശത്തേക്ക് നോക്കി പിറുപിറുക്കുന്ന ധ്രുവിനെ നോക്കി ഒരുത്തി കാർത്തികയുടെ ചെവി കടിച്ചു. അറിയാൻ മേലായിട്ട് ചോദിക്കോ, നിന്റെ കണ്ണിലൊക്കെ കുരുവായിരുന്നോ? ഈ സിനിമാ നടനെ ഒഴിവാക്കി വിനയ് സാറിന്റെ കഴുത്തി തൂങ്ങാൻ നിന്റെ ചേച്ചിയുടെ ഭാഗ്യം. അല്ലാണ്ടെന്താ? കണ്ടിട്ട് ഏതോ കമ്പനിയുടെ CEO പോലെ ഉണ്ടല്ലോ. പോരാത്തതിന് BMW കാറും, അതും പനോരമിക് സൺറൂഫ് ഉള്ളത്. അവളെ കണ്ണുകൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കാർത്തിക വേഗത്തിൽ നടന്ന് കാറിലേക്ക് കയറിയിരുന്നു. മുന്നിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന വിനയെ കാർത്തിക് ഒന്ന് പാടി നോക്കി. കലിപ്പൻ പോലും. എവിടുത്തെ കലിപ്പൻ? ഞാൻ വായിച്ച കഥകളിലെ കലിപ്പന്മാരെല്ലാം കലിപ്പ് വിത്ത് കയറും കൂടി ഉള്ളമാരാ. ഈശ്വര, ഏത് നേരത്താണോ എന്തോ. ഓർത്തുകൊണ്ടിരിക്കുക തന്നെ ഡ്രൈവർ സീറ്റ് ഡോർ തുറന്ന് ധ്രുവ് അകത്തേക്ക് കയറിയിരുന്നു. കാറ് ക്യാമ്പസ് വിടുമ്പോൾ സ്വഭാവത്തിന് ചേരാത്ത വേഷവും ധരിച്ച് കണ്ണിൽ കണ്ടവർക്കൊക്കെ ടാറ്റയും കൊടുത്ത് ഡ്രൈവ് ചെയ്യുന്ന ധ്രുവിനെ കാർത്തിക ഇമച്ചിമാതെ നോക്കിയിരുന്നു. രണ്ടും കണക്കാ. വിനയേട്ടനെ കിട്ടിയ അറ്റാക്ക് വന്ന് ചാവും, ധ്രുവേട്ടനെ കിട്ടിയ ചിരിച്ചിരിച്ച് ഞരമ്പൂട്ടി ചാവും. രണ്ടായാലും മരണം ഉറപ്പ്. നീ ഇതെങ്ങോട്ടാ? റൂട്ട് മാറി ഓടുന്ന കാറ് കാണേ വിനയ് ധ്രുവിനെ നോക്കി ചോദിച്ചു. അല്ല എന്തായാലും കാർത്തികയെ കൊണ്ടങ്ങനെ ഇവിടെ വീട് വരെ പോണം. അപ്പൊ എന്റെ കൊച്ചിനെ കൂടി വിളിച്ചുകൊണ്ട് വന്ന് കരുതി. ഓഫീസ് പോയി തുടങ്ങിയ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് എന്റെ പെണ്ണിനെ നേരെ ചൊവ്വെ കണ്ടിട്ടില്ല. അന്ന് സ്കൂട്ടിയിൽ നിന്ന് വീണ പിന്നെ പെണ്ണ് ബസ്സിലാ പോക്കും വരവും. പേടിത്തൊണ്ടി. ചിരിയോടെ ധ്രുവ് പറയുമ്പോൾ വിനയ് ഒന്ന് പുഞ്ചിരിച്ചു. ഈ കൊച്ച് പെണ്ണ് എന്നൊക്കെ ധ്രുവ് വിളിക്കുന്ന തന്റെ ചേച്ചിയാണെന്ന് മനസ്സിലായതും കാർത്തികയ്ക്ക് ഡോർ തുറന്ന് റോഡിലേക്ക് ചാടാൻ തോന്നി. കല്യാണി വർക്ക് ചെയ്യുന്ന സ്കൂളിലെത്തിയതും ധ്രുവിനൊപ്പം വിനയും കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു. സ്കൂളും പരിസരവും ഒക്കെ കണ്ടതും ഒരു കൗതുകത്തിന് കാർത്തികയും പുറത്തേക്ക് ഇറങ്ങി. സ്റ്റാഫ് റൂമിലെത്തി കല്യാണിയെ കുറിച്ച് അന്വേഷിച്ചതും പ്യൂണാണ് വിവരം പറഞ്ഞ്. സ്കൂള് വിട്ടെല്ലാരും വീട്ടിൽ പോയിട്ടുണ്ടാവും. യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങാൻ പോവല്ലേ, അതുകൊണ്ട് കല്യാണി ടീച്ചറുടെ ആ കാണുന്ന വാഗമരച്ചോട്ടിൽ കാണും. അതെന്താ വാഗമരച്ചോട്ടിൽ വെച്ചാണ് യൂത്ത് ഫെസ്റ്റ് നടക്കുന്നത്? ധ്രുവിന്റെ ചോദ്യം കേട്ട് പ്യൂണ് ഇവനെ ഏതാ സാധനം എന്ന പോലെ അവനെന്ന് അടിമുടി നോക്കി. വേഷത്തിനൊത്ത വർത്താനം പറയും നിങ്ങള്. അതല്ലാന്ന് ഡാൻസ് പ്രാക്ടീസ് നടക്കുക. ടീച്ചർക്ക് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാനാണ് ഇഷ്ടം. അല്ല നിങ്ങളൊക്കെ ആരാ? ഞങ്ങളവളെ കെട്ടാൻ പോകുന്നവരാ. അല്ല ഞാൻ അവളെ കെട്ടാൻ പോകുന്നവനാ. വളരെ ഉപകാരം. ധ്രുവ് പറഞ്ഞതും ഇരുകൈയും മലർത്തി മുകളിലേക്ക് നോക്കി പ്യൂൺ കല്യാണിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. മൂവരും ഗ്രൗണ്ടിലൂടെ നടന്നു. ഗ്രൗണ്ടിന് ഇരുവശത്തുമുള്ള ഓടിട്ട ക്ലാസ് മുറിയിൽ കടന്ന് അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ കണ്ടു ചുവന്ന പൂക്കളാൽ മനോഹരിയായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന വാഗമരം. കുറച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അവർക്കിടയിൽ അവരിൽ ഒരാളെ പോലെ തോന്നുന്ന വിധത്തിൽ നിൽക്കുന്ന കല്യാണിയെ അവിടേക്ക് നടക്കുന്നതിനിടയിൽ 3 പേരും കണ്ടു. കറുപ്പിൽ ചുമന്ന കരയുള്ള കോട്ടൺ സാരിയിലും ചുമന്ന ബ്ലൗസിലും അവൾ അതിമനോഹരിയായി കാണപ്പെട്ടു. സാരിയുടെ മുന്താണ് ഇടുപ്പിൽ ചെരുവിക്കൊണ്ട് മോഹിനിയാട്ടത്തിന്റെ സ്റ്റെപ്പുകൾ കളിച്ച് കാണിച്ചു കൊടുക്കുന്ന കല്യാണിയുടെ ഉടലളവുകൾ കണ്ണിലുടക്കിയതും ഒരു വേള ധ്രുവും വിനയും ഒരുപോലെ സ്റ്റെക്കായി. കാർത്തിക രണ്ടുപേരെയും മാറി മാറി നോക്കി. മോഹിനിയാട്ടം ചതിച്ചല്ലോ ദൈവമേ, ഈ ആട്ടക്കാരിയെന്ന് ഞാൻ. ചേച്ചി! എത്ര അലറണ്ടെന്ന് കരുതിയിട്ടും അറിയാതെ അലറിപ്പോയി കാർത്തിക. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയാൽ മുന്നിൽ നിൽക്കുന്നവരെ കാണെ തെല്ലൊന്ന് അതിശയിച്ചു. എങ്കിലും പെട്ടെന്ന് പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു, എല്ലാരും കൂടി എന്താ ഇവിടെ? എന്നെ അന്വേഷിച്ചു വന്നാണോ? അല്ല, ഈ മരത്തിൽ നിന്ന് പൂ പറിക്കാൻ വന്നതാ. എന്തേ? പെട്ടെന്ന് ധ്രുവ് പറയുന്ന കേട്ടതും അവൾ അവനെ കുറുമ്പോടെ നോക്കി. ഒന്ന് പോടാ ചേക്ക, ഞാൻ കരുതി ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ തിരക്കി വന്നാന്ന്. ഞാൻ ലേറ്റ് ആവുന്ന അമ്മയോട് പറഞ്ഞിട്ടാ വന്ന്. കല്യാണിയെ തന്നെ മതിമറന്ന് നോക്കുന്ന വിനയ് പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത പോലെ മുഖം നേരെയാക്കി അവളോട് പറഞ്ഞു. ആക്ച്വലി എന്റെ കാറ് കംപ്ലൈന്റ് ആയി, അങ്ങനെ ധ്രുവിനെ വിളിക്കേണ്ടി വന്നു. ഇവനാ പറഞ്ഞ് പോകും വഴി കല്യാണി കൂടി. ബാക്കി ഞാൻ പറയാം. വിനയ് കുമ്പിൽ കൈയുയർത്തി തടഞ്ഞുകൊണ്ട് ധ്രുവ് കല്യാണിയുടെ തോളിലൂടെ കൈ ചേർത്ത് അവളെ തന്നോട് അടുപ്പിച്ച് നിർത്തി. അങ്ങനെ ഞാൻ ഇവരെ വിളിക്കാൻ കോളേജിൽ പോയി. ആക്ച്വലി ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഓഫീസിൽ ഒരു ക്ലയന്റ് മീറ്റ് ഉണ്ടായിരുന്നു. പേടിക്കണ്ട, അത് ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ടാ ഞാൻ എന്റെ പെണ്ണിനെ കൂട്ടാൻ വന്നത്.
പേടിക്കണ്ടെന്നോ? നിനക്ക് ക്ലൈൻറ്റ് മീറ്റ് ഉള്ളതിന് ഞാനെന്തിനു പേടിക്കണം? എന്താ നിനക്ക് പേടിയുണ്ടോ? എൻ്റെ ചെക്ക, നിന്റെ ഈ കോലം കണ്ടപ്പോൾ ഞാൻ കരുതി നീ വല്ല സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വേഷം ചെയ്യാൻ പോയിട്ട് വരുവാണെന്ന്. ഈ കോട്ടും സൂട്ടും നിനക്ക് ചേരുന്നില്ല കേട്ടോ. അല്ലേ വിനയേട്ടാ? അവസാനം കല്യാണി വിനയെ നോക്കി ചോദിച്ചതും അവളുടെ മുത്തുപൊഴിയുന്ന ചിരിയിൽ വിനയ് മതിമറന്നുപോയി. കാർത്തികയെന്ന് കോളേജിൽ വെച്ച് കാണാറുള്ളതാണ്. പക്ഷേ കല്യാണി അവളെ താൻ ഇന്നേവരെ ശ്രദ്ധിച്ചിട്ടില്ല. വല്ലപ്പോഴും കണ്ടിട്ടുണ്ടെന്നല്ലാതെ അടുത്തിടപഴകുന്ന ആദ്യമായിട്ടാണ്. ഒതുക്കമുള്ളൊരു പെൺകുട്ടി. വിനയുടെ മനസ്സിൽ ചെറിയൊരു നിരാശയുടെ നാമ്പ് മുളപൊട്ടി. തന്റെ തോളിൽ കിടന്ന ധ്രുവിന്റെ കൈ തട്ടി മാറ്റി കുട്ടികളോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞ ശേഷം അവൾ എല്ലാവരോടുമായി പറഞ്ഞു, അപ്പൊ പോയാലോ? അവൾക്കായി ഒരു പുഞ്ചിരി നൽകി വിനയ് തിരിഞ്ഞടക്കുമ്പോൾ കാർത്തിക അവന്റെ പുറകെ നടന്നു. തന്റെ വാക്കിലും പ്രവൃത്തിയിലും പിണങ്ങി നിൽക്കുന്നവനെ കുറുമ്പോടെ നോക്കി കല്യാണി മുന്നോട്ട് നടക്കാൻ ആഞ്ഞതും ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം ചെക്കൻ അവളെ വലിച്ചെടുത്ത് വാഗമരത്തിലേക്ക് ചേർത്ത് നിർത്തി. അവളെ നോക്കിക്കൊണ്ട് തന്നെ ബ്ലേസർ വലിച്ചൂരി അവളുടെ തോളിൽ തൂക്കിയ ശേഷം ഷർട്ടിന്റെ ഇരു സ്ലീവും മടക്കി ചുരുട്ടി മുകളിലേക്ക് വെച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ചാഞ്ഞു നിന്നു അവൻ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള പെണ്ണെ, എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എടാന്നും ചെക്കാന്നൊന്നും വിളിക്കരുതെന്ന്. ഞാനെന്തടി നിന്റെ മോനാണോ അതോ അനിയനോ? പെണ്ണെ വിളച്ചിലെടുത്താറുണ്ടല്ലോ. ഈ ധ്രുവിന്റെ യഥാർത്ഥ മുഖം വേറെയാ. ആ റൊമാൻറ്റിക് മൂഞ്ചി മോള് താങ്ങില്ല കേട്ടോ. അയ്യടാ, റൊമാൻറ്റിക് മൂഞ്ചി അല്ല, കാർട്ടൂൺ മൂഞ്ചി. ഈ ചെക്കാന്നും എടാന്നൊക്കെ ആരുമില്ലാത്തപ്പോ വിളിക്കാവോ? ആ അതും വേണ്ട. ആരുമില്ലാത്തപ്പോ വിളിക്കാൻ ചേട്ടൻ വേറെ പലതും മോൾക്ക് പഠിപ്പിച്ചു തരാം. മര്യാദക്ക് ധ്രുവേട്ടാന്ന് വിളിക്കടി. ഒന്ന് പോടാ, എനിക്കൊന്നും വയ്യ. പെട്ടെന്നൊരു സുപ്രാത്തിൽ നിനക്കറി ഏട്ടാന്ന് വിളിക്കാൻ. ഒട്ടാ നീ അങ്ങോട്ട് മാറിന്നേ, എനിക്ക് ചൂടെടുക്കുന്നു. ആ അത് നിന്റെ ചേട്ടൻ കുറച്ച് ഹോട്ടായോണ്ടാടി പെണ്ണേ. പറഞ്ഞിട്ടും കേൾക്കാതെ ഒട്ടിയൊട്ടിന്നവനെ നെഞ്ചിൽ കൈ ചേർത്ത് പുറകിലേക്ക് തള്ളി മാറ്റി നടക്കാനാഞ്ഞതും അവനവളെ കൂടുതൽ മരത്തിലേക്ക് അമർത്തി പിടിച്ചു. ഒപ്പം അവൻ അവളിലേക്ക് അമർന്നു. നിനക്കിത് എന്താടാ? സ്കൂളാ ധ്രുവ്, ഇവിടെ ക്യാമറയ്ക്ക് ഉള്ളതാടാ. കാണട്ടെ, എല്ലാവരും കാണട്ടെ. കല്യാണ ടീച്ചർ ഒരു ചെക്കൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന എല്ലാവരും കാണട്ടെടി. നമ്മുടെ വീഡിയോ BGM ഇട്ട് ഇറങ്ങണം. ഉമ്മയോ? അല്ലടി, ബാപ്പ. പറയലോ അവന്റെ ചുണ്ടുകൾ അവിടെ വലത് കവിളിൽ അമർന്നറിയെ കണ്ണുകൾ മിഴിച്ച് നോക്കി നിന്നുപോയി കല്യാണി. ഒരു മുത്തം കൊടുത്തുകൊണ്ട് മുഖമുയർത്തിയവനെ നിർവികാര ഭാവത്തിനു മുമ്പിൽ ഒന്ന് വിറച്ചെങ്കിലും വാക്കുകളിൽ ആവുന്നത്ര ദയനീയത വരുത്തി അവൾ ചോദിച്ചു, ധ്രുവ് കഷ്ടമുണ്ട് കേട്ടോ, പ്ലീസ് ഡാ ഒന്ന് മാറിക്കേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പോവാം. അതിനുമ്പൊരു കാര്യം പറ, ഇപ്പൊ ചെറിയൊരു ഇഷ്ടം തോന്നില്ലേ എന്നോട്? ചെറുത് ഇല്ലേ? പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിക്കുമ്പോൾ അവനെ ശക്തിയിൽ തള്ളിമാറ്റി അല്പ ഉച്ചത്തിൽ അവൾ പറഞ്ഞു, മാറിക്കെതിരു, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അപ്പൊ നോക്കാം. അത് പറ്റില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ പറഞ്ഞു. ഇല്ലാന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. ഇല്ല പോരെ, ഒന്ന് വാച്ചേക്കാം. തോളിൽ കിടന്ന അവന്റെ ബ്ലേസർ അവന്റെ തന്നെ നേരെ എറിഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ തിരിഞ്ഞടന്നു. അവരെ കാണാതെ തിരക്കി വന്ന കാർത്തിയെ കണ്ട് ഒരു നിമിഷം അവൾ നിന്നുപോയി. അവൻ ചെയ്തൊക്കെ കാർത്തിയെ കണ്ടുവാണെന്ന് മനസ്സിലായതും കല്യാണിക്ക് ധ്രുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ചവിട്ടിത്തുള്ളി പോകുന്നവളോട് പരിഭവം തോന്നിയെങ്കിലും കാർത്തികയെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മിക്കാട്ടി ധ്രുവ്. വലിയ പാടാ നിന്റെ ചേച്ചിയെ വളക്കാൻ, അതുകൊണ്ട് കുറച്ച് കുറുമ്പാട്ടി നോക്കിയതാ, ഏറ്റില്ല. ആ സാരമില്ല, ഇനിയുണ്ടല്ലോ സമയം. എന്റെ റൊമാൻസിന് മുമ്പിൽ അവള് മുട്ടുമടക്കും. അവളെ ഞാൻ വീഴ്ത്തിരിക്കാം. ഞാനേതാ മുതല്, എന്നെ കൊണ്ട് വയ്യ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോകുന്നവനെ കാണേ കാർത്തികയുടെ മനസ്സിൽ വീണ്ടും ഒരു പിടിവലി നടന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല. ധ്രുവേട്ടന്റെ പ്രണയം അനുഭവിക്കാനുള്ള യോഗം കയ്യിൽ വന്നിട്ട് പോലും അത് തട്ടിയെറിഞ്ഞവളാണ് താൻ. ആരും കാണാതെ താളത്തിൽ നിന്നും ജാതകങ്ങൾ മാറ്റാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചുപോയി കാർത്തിക. ജാതകങ്ങൾ പരസ്പരം മാറ്റിവെക്കുമ്പോൾ കൂടിയും ഉള്ളിൽ തീയായിരുന്നു. ജാതകങ്ങൾ തമ്മിൽ കൈമാറുമ്പോൾ മാറിപ്പോയി ഇവരാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ തന്റെ വിനയേട്ടൻ തനിക്ക് കിട്ടില്ല. അങ്ങനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് വിനയുടെ അച്ഛൻ ചന്ദ്രൻ തന്റെ കയ്യിൽ കിട്ടിയ ജാതകം പരിശോധിച്ചതും അത് കാർത്തികയുടെ ജാതകമാണെന്ന് മനസ്സിലാക്കിയതും. അയാൾ ദേഷ്യത്തിൽ അലറുമ്പോൾ കാർത്തികയ്ക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ലെന്നൊരു തോന്നൽ അവളുടെ മനസ്സിനെ കാർന്നു തിന്നു. കല്യാണിക്ക് നേരെയുള്ള ധ്രുവിന്റെ മുട്ടിലും തട്ടിലൊക്കെ മുറ പോലെ നടന്നെങ്കിലും പരിസരം നോക്കാതെയുള്ള ചില നേരത്തെ അവന്റെ പ്രവൃത്തികളിൽ വശം കെട്ട കല്യാണി പലതവണ അവനോട് വഴക്കിയിട്ട് പിണങ്ങി. പെണ്ണിന്റെ അലർച്ചയിൽ പെട്ടെന്ന് ഡീസന്റ് ആവുന്നവൻ മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും പട്ടിയുടെ വാല് പോലെ തന്നെ തുടർന്നു. വിവാഹത്തിനൊരു 15 നാൾ മുമ്പുള്ള ഒരു വെള്ളിയാഴ്ച, അന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടമായിരുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണ നാളുകാരനായ ധ്രുവിന്റെ ജന്മനാൾ ആഘോഷിക്കാൻ ഇക്കൊല്ലം 2 കുടുംബക്കാരും മാധവിയുടെ വീട്ടിൽ കൂടാൻ തീരുമാനിച്ചു. വിവാഹമൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് 3 വീട്ടുകാരും പരസ്പരം ഓണക്കോടി കൈമാറാൻ തീരുമാനിച്ചു. വിനയുടെ കാറിലാണ് കല്യാണിയും കാർത്തികയും വിമലയും സിറ്റിയിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് തിരിച്ചത്. ഫ്രണ്ട് സീറ്റിൽ ഞെളിഞ്ഞിരിക്കുന്ന ഷോപ്പിനെ അല്പം ദേഷ്യത്തിൽ തുറിച്ചു നോക്കിയ ശേഷം പുറകിലേക്ക് കയറി നാത്തൂൻ വീണയുടെ അടുത്തായിരുന്നു കാർത്തിക. കല്യാണിയും വിമലയും കൂടി കാറിലേക്ക് കയറിയതും ആ ചെറിയ കാർ അത്യാവശ്യം നിറഞ്ഞിരുന്നു.
ചന്ദ്രേട്ടൻ വന്നില്ല അല്ലേ ശോഭനെ? വിമല ശോഭനയോട് ചോദിച്ചു. കാർത്തിക തന്റെ അമ്മയും തുറിച്ചു നോക്കി. ഈ കുടിസുകൊണ്ടിൽ അയാൾ ഇനി കെട്ടിവലിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കാർത്തിക്. ഇല്ല വിമലെ, ചന്ദ്രേട്ടൻ നാളെ എത്തും. സിറ്റിയിലുള്ള വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് അവർ പോയത്. ധ്രുവും മാധവി അവിടേക്ക് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ തിരയാൻ തുടങ്ങി. വിമല തന്റെ 2 മരുമക്കൾക്കും വേണ്ടുന്ന ഡ്രസ്സ് തിരയുന്ന തിരക്കിലാണ്. കാർത്തികയ്ക്കായി ശോഭന എടുത്തു വെച്ച ചുരിദാറിന്റെ പുറത്ത് ഛർദ്ദിച്ചു വെക്കാൻ തോന്നി കാർത്തികക്ക്. ശോഭനമ്മായി, ഞാൻ ഈ ടൈപ്പ് ചുരിദാറൊന്നും ഇടാറില്ല. എനിക്ക് അല്പം മോഡേൺ ഡ്രസ്സിനോട് താല്പര്യം. ദേ നോക്കിയേ, ഇതുപോലുള്ളവ. കയ്യിൽ കരുതിയ വില കൂടിയ ക്രോപ്പ് ടോപ്പും ജീൻസും എല്ലാം ശോഭനയ്ക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടി കാർത്തിക. അയ്യേ, എന്റെ വിനയ് മോൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും തീരെ പിടിക്കില്ല. നീ വീണയോട് ചോദിച്ചു നോക്കിയേ, അവള് ജീൻസും ടോപ്പ് ഇടുന്ന എന്നും വഴക്കാ വീട്ടില്. കാർത്തിക വീണയെ നോക്കിയതും അവൾ ദുഃഖത്തോടെ തലയാട്ടി കാണിച്ചു. അതേ ചേച്ചി. നൊരഞ്ഞേറിയ ദേഷ്യം കടിച്ചമർത്തി വിമലയെ നോക്കി കാർത്തിക. എന്താടി നോക്കുന്നേ? കെട്ടുകഴിഞ്ഞാൽ വിനയ് പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോണം. വിനയെ മതി എന്ന് ഉറക്കി നിലവിളിച്ചവളല്ലേ നീ? ഇപ്പൊ ഇങ്ങനെ പോത്തിനെ പോലെ ഒന്നും തുമ്മിച്ചിട്ടൊരു കാര്യമില്ല. സ്വന്തം അമ്മയും കൂടി തഴഞ്ഞതും നിസ്സഹായ ഭാവത്തിൽ അവൾ വിനയെയും നോക്കി. ഇവിടെ നടക്കുന്ന ഒന്നും തന്നെ ബാധിക്കുന്ന വിഷയമേലെന്ന പോലെ മടുപ്പുകൾ എന്ന ഭാവത്തിൽ ഫോണും തോണ്ടിയിരിക്കുകയാണ് വിനയ്. ഇടയ്ക്കെപ്പോഴോ വിനയുടെ നോട്ടം സാരി സെക്ഷനിൽ കമിഴ്ന്നു കിടക്കുന്ന കല്യാണിയിൽ വന്ന് തറഞ്ഞു. ഓറഞ്ച് കരയുള്ള സെറ്റ് സാരി നെഞ്ചോട് ചേർത്ത് കണ്ണാടിയിൽ നോക്കുന്ന കല്യാണിയെ ഇമശിമാൻ മറന്ന് നോക്കിയിരുന്നു വിനയ്. പെട്ടെന്നാണ് കല്യാണിയുടെ കയ്യിലെ സാരി അന്തരീക്ഷത്തിലൂടെ പറന്നുപോയത്. സാരിക്കൊപ്പം നിലത്തുനിന്ന് ഉയർന്നു പൊന്തിയവളെ ഒരുവൻ വട്ടം ചുറ്റി നിലത്തുറപ്പിച്ചിരുന്നു. എന്റെ പൊന്നോ, കടലാസിന്റെ വെയിറ്റ് പോലും ഇല്ലോടി പെണ്ണ നിനക്ക്, പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച് തോളിൽ താടി കുത്തി കണ്ണാടിയിലൂടെ നോക്കുന്നവനെ കുതറിക്കൊണ്ട് കല്യാണി കണ്ണുരുട്ടി പേടിപ്പിച്ചു. വിട്ടു, ഇത് പബ്ലിക് പ്ലേസാ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്റെ സാരി എന്തിനാ നീ വലിച്ചെറിഞ്ഞ്? സാരിയോ? എന്റെ മോളിന് സാരി ഉടുക്കണ്ട, ഇങ്ങോട്ട് വാടി ചട്ടമ്പി കല്യാണി. അവളെയും വലിച്ചെടുത്ത് ചെക്കൻ വെസ്റ്റേൺ വെയർ സെക്ഷനിലേക്ക് പോകുമ്പോൾ മാധവിയും വിമലയും ശോഭനയും പരസ്പരം നോക്കി ചിരിച്ചു. എടാ ചെക്ക, പെണ്ണിനെ എങ്ങോട്ടാണ് നീ കൊണ്ടുപോകുന്നത്? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ കൂട്ടുകാരികളെ പോലെ അരമുറി തുണിയും ചുറ്റി നടക്കുന്നവളല്ല കല്യാണി. നിന്റെ പരീക്ഷണം വല്ല കൊച്ചിന്റെ മേത്ത് കാട്ടിയാലേ നോയിക്കോ നിന്നെ ഞാൻ. മാധവി ഉറക്കെ പറഞ്ഞു. തിരിഞ്ഞ് നല്ലപോലെ അവർ നിളിച്ചു കാട്ടി. അതെ, എന്റെ പെണ്ണിന്റെ ശരീരം മറക്കാൻ എനിക്ക് നല്ലപോലെ അറിയാം. അതിനിവിടെ 6 മീറ്റർ തുണിയുടെ ആവശ്യമൊന്നുമില്ല. വാടിയുടെ അത്യാവശ്യ ഉച്ചത്തിലുള്ള ധ്രുവിന്റെ പറച്ചിൽ ആ ഫ്ലോറിൽ നിന്നവരെല്ലാം കേട്ടു. ഈശ്വരാ, എന്റെ മാനം പോയി. നിനക്ക് വട്ടായോടെ കാല. ഒരു മൈക്ക് സെറ്റ് വെച്ച് വിളിച്ച് കൂടാ നീ. നിന്നോട് ആരെ പറഞ്ഞ് ഞാൻ സാരി മാത്രമേ ഉടുക്കുള്ളൂന്ന്? ഞാൻ ചുരിദാർ ഇടാറുണ്ട്. നാളെ നിന്റെ ജന്മദിനത്തിന്, അല്ല നാളെ തിരുവോണത്തിന് എല്ലാവരും സെറ്റ് സാരി ഉടുക്കുന്നത്. അതുകൊണ്ടാ ഞാൻ. അച്ചോടാ, ധ്രുവേട്ടന്റെ കല്യാണി മോള് ഏട്ടന്റെ പിറന്നാളിന് സെറ്റ് സാരി എടുക്കാൻ പോവുകയാണോ? ആയിക്കോട്ടെ, അത് നമുക്ക് പിന്നീട് എടുക്കാം. ഇപ്പൊ എന്റെ വക കുറച്ച് ഓണക്കൊടി മോളങ്ങ് പിടിച്ച് വാടാ. ഒരു പ്രത്യേക സ്ലാങ്ങിൽ സംസാരിച്ച് അവളെ പിടിച്ചു നിർത്തി ലോങ് സ്കേർട്ടും ക്രോപ്പ് ടോപ്പ് ഗൗണും ഒക്കെ വാരി കൂട്ടുന്നവനെ കല്യാണിയും കാർത്തികയും വീണയും കണ്ണും തുറച്ച് നോക്കി നിന്നു. ധ്രുവ്, ഇത് കുറെ ഡ്രസ്സായി, നീ എന്തീ കാണിക്കുന്നേ? ധ്രുവ്, ഇത് ശരിയല്ല കേട്ടോ. ഇതാണ് സ്നേഹം? എന്റെ ഇഷ്ടം നോക്കാൻ അവരൊന്ന് വാരി കൂട്ടി നീ എന്നിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുവാണ്. ഇടയ്ക്കൊക്കെ എന്റെ ഇഷ്ടം കൂടി ഒന്ന് പരിഗണിക്കാൻ പഠിക്കും ധ്രുവ്. വായിൽ വന്ന് വിളിച്ചു പോകുമ്പോൾ അവൾ ഓർത്തില്ല അവന്റെ നെഞ്ചിലേക്കാണ് അവൾ ആണി അടിച്ചു കയറ്റിയെന്ന്. പെട്ടെന്ന് നിശബ്ദനായവൻ കയ്യിൽ വാരിക്കൂട്ടിയ വസ്ത്രങ്ങൾ കൗണ്ടർ മുകളിൽ വെച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. ഓ സോറി, ഞാൻ ഓർത്തില്ല. സോറി കല്യാണി, പറഞ്ഞുകൊണ്ട് ഷർട്ടിന് മുമ്പിൽ തൂക്കിയിരുന്ന സൺഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നുപോയവൻ. എല്ലാം കണ്ട് ചെറുപുഞ്ചിലിരുന്ന വിനയ് പതിയെ കല്യാണിക്കടുത്തേക്ക് നടന്നു വരുമ്പോൾ അവന്റെ പുറകെ ഒരു നിഴൽ പോലെ കാർത്തികയും കൂടി. കല്യാണി, തനിക്ക് സാരിയെ കൂടുതൽ ചേരുന്ന കേട്ടോ. താൻ നേരത്തെ കൊടുത്ത ഓറഞ്ച് കരയുള്ള സെറ്റ് സാരി തനിക്ക് വല്ലാതെ ചേരുന്നുണ്ടായിരുന്നു. ആണോ വിനയേട്ടാ? എന്നാ എനിക്കത് വാങ്ങിത്തരാത്തെന്തേ? പുറകിൽ കേട്ട അശരിയിൽ വിനയ് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന കാർത്തിയെ കാണി ഒന്ന് പതറിയെങ്കിലും ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് നടന്നുപോയി. എന്താടി ചേച്ചി, നിനക്ക് ധ്രുവേട്ടൻ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലല്ലേ? ഞാനും ശ്രദ്ധിച്ചു. നിനക്ക് വിനയേട്ടനെ കൂടുതൽ ചേർച്ച. ഇനിയും സമയം വൈകിട്ടില്ല കേട്ടോ. നിന്റെ സന്തോഷത്തിന് വേണ്ടി വിനയേട്ടൻ നിനക്ക് തിരികെ തരാം ഞാൻ തയ്യാറാടി ചേച്ചി. അതിനും പറ്റിയ അവസരം നാളെയാ. നാളെ ആകുമ്പോൾ ധ്രുവേന്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. നിനക്ക് വിനയേട്ടൻ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ബഹളം വെച്ചാ ചിലപ്പോൾ നിന്റെ ആഗ്രഹമെല്ലാം നടക്കും. എന്തായാലും കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. നല്ലപോലെ ഒന്ന് ആലോചിക്ക്, സമയം ഇനിയുണ്ടല്ലോ. കാർത്തിക ഓരോന്ന് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ പാഞ്ഞത് ധ്രുവ് കല്യാണിക്കായി വാരിക്കൂട്ടി വെച്ച വസ്ത്രങ്ങളിലേക്കാണ്. പക്ഷെ കാർത്തികയെ നോക്കി പുഞ്ചിരിച്ചു കല്യാണി. വേണ്ട കാർത്തിക, ബഹളം വെച്ച് കാര്യം നേടാനായിരുന്നെങ്കിൽ ഈ ചേച്ചിക്ക് നേരത്തെ ആവായിരുന്നു. നമ്മളെ വില കൽപ്പിക്കാത്തിടത്ത് ചോടുറപ്പിച്ച് നിന്നുകളയരുത്. അടിപത്രി വീഴും മുമ്പ് വേഗത്തിൽ മുന്നോട്ട് നടന്നു നീങ്ങണം. പറഞ്ഞുകൊണ്ട് ധ്രുവ് വാങ്ങിക്കൂട്ടിയ ഡ്രസ്സും കയ്യിലെടുത്ത് കല്യാണി വേഗത്തിൽ അവന്റെ അടുത്തേക്ക് നടന്നു. അതെ, ഇതൊക്കെ നല്ല വിലയുള്ളതാ. എൻ്റെ അടുത്തേയും പൈസയൊന്നുമില്ല. സിണുങ്ങിക്കൊണ്ടുള്ള പെണ്ണിന്റെ പറച്ചിൽ കേട്ട് കവിളൊഴിഞ്ഞുകൊണ്ട് പാനിന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് തുറന്ന് ക്രെഡിറ്റ് കാർഡ് കയ്യിലെടുത്ത് ധ്രുവ് 4 കൂട്ടം പായസവും ചേർത്ത് ഓണസദ്യയും പിറന്നാൾ സദ്യയൊക്കെ ഒരുമിച്ച് പൊടി പിടിച്ചു.
പിറന്നാളുകാരന്റെ മുഖം വട്ടത്തിൽ പെരുകിയിരിക്കുന്ന കാണെ കല്യാണിക്ക് അവനോട് ഒരു പൊടിക്ക് ഇഷ്ടമൊക്കെ തോന്നാതിരുന്നില്ല. സ്ത്രീജനങ്ങളെല്ലാം നേരിയത് സാരി ചുറ്റി തിളങ്ങിയപ്പോൾ കല്യാണി മാത്രം ധ്രുവ് വാങ്ങിക്കൊടുത്ത ടോപ്പും സ്കേർട്ടും ധരിച്ച് അവനെ വലം വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴും തെളിയാത്ത മുഖവുമായി അവൻ തേരാപ്പാര നടക്കുന്ന കാണെ കല്യാണിയുടെ മുഖം കൂർത്തു. വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോവാം. ഇവിടെ അടുത്തുള്ള ക്ലബിന്റെ ഓണപരിപാടികളുണ്ട് ജംഗ്ഷനിൽ. അമ്പലത്തിൽ പോയി വരുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരാം. മാധവി പറഞ്ഞു. വിനയൊഴികെ എല്ലാവരും അതിനെ അനുകൂലിച്ചു. എങ്കിലും കല്യാണിയുടെ മുഖത്തെ ചിരി കാണെ അവർക്കൊപ്പം കൂടാൻ വിനയും തയ്യാറായി. ധ്രുവിന്റെ വാക്കും കേട്ട് എടുത്ത സെറ്റ് സാരി തിരികെ വെക്കണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കയ്യിലുള്ള ഉടുപ്പിന് ചേർന്ന സെറ്റ് സാരി എന്റെ അലമാരിയിൽ നിന്ന് എടുത്തോ. നീ അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കാം. മാധവി കല്യാണിയോട് പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ സമ്മതം മൂളി കല്യാണി. എല്ലാ മുറിയുടെ ബാത്റൂമുകളിൽ ഓരോരുത്തരായി നീരാട്ടിലാണ്. ധ്രുവ് നാട് തെണ്ടാൻ പോയതുകൊണ്ട് കാർത്തികയും കല്യാണി അവന്റെ മുറിയിലെ ബാത്റൂമാണ് ഉപയോഗിച്ചത്. മുറിയിൽ കയറിയ പാടെ കാർത്തിക ആദ്യമേ ബാത്റൂമിലേക്ക് ഓടിക്കയറി. കല്യാണി ആ മുറിയാകമാനൊന്ന് കണ്ണോടിച്ചു. ടേബിളിരുന്ന ധ്രുവിന്റെ ഫോട്ടോ കയ്യിലെടുത്ത് അതിലേക്ക് ഉറ്റുനോക്കിയവൾ. പിണക്കാണോടാ? എന്താണ് ചെക്ക നോക്കുന്നേ? എന്റെ കുഞ്ഞുകളെ ഞാൻ കുത്തി പൊട്ടിക്കും കേട്ടോ. ഫോട്ടോയിൽ നോക്കി പിറുവൃത്തികൊണ്ട് ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൾ അവന്റെ മുഖത്തുകൂടി വിരലോടിച്ച ശേഷം ചുണ്ടോട് അടുപ്പിച്ചു. പുറകിൽ കേട്ട അലർച്ചയിൽ അവൾ ഞെട്ടിത്തിരിഞ്ഞതിനോടൊപ്പം അവന്റെ ഫോട്ടോ പുറകിലായി അവൾ ഒളിപ്പിച്ചു പിടിച്ചു. നീ എന്താടി ഇവിടെ? ചെക്കൻ നിന്ന് അലറുകയാണ്. കല്യാണിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. അവന്റെ മട്ടും ഭാവമെല്ലാം പുതിയതായി തോന്നി അവൾക്ക്. ഞാൻ കുളിക്കാൻ. കാർത്തിക കുളിക്കുക? വിശ്വസിക്കാനാവാതെ അവൾ വിക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു. കാർത്തിക കയറിക്കോട്ടെ, പക്ഷെ നീ കയറണ്ട. എന്നെ ഇഷ്ടമില്ലാത്ത എന്റെ മുറി കയറേണ്ട ആവശ്യമില്ല. കേറി. ഒടുക്ക തളർച്ച കൂടി അവൻ അലറിക്കഴിഞ്ഞതും അലർച്ചയുടെ ബ്രാൻഡ് അംബാസിഡറുടെ കണ്ണുകളിൽ നിന്നും മുത്തുപൊഴിഞ്ഞു. അയ്യേ, ധ്രുവേട്ടന്റെ കൊച്ചി കരയാണോ? ഞാനൊന്ന് വിരട്ടി നോക്കിയല്ലേ ചുമ്മാ. കരഞ്ഞു, ഇത്രയേ ഉള്ളൂ. അവസരം മുതലാക്കി കെട്ടിപ്പിടിക്കാൻ അടുത്തവന്റെ രണ്ട് കൈ നീട്ടി തടഞ്ഞു നിർത്തിയവൾ. അവിടെ നിന്നാ മതി, നീ എന്റെ മേത്തങ്ങനെ തൊട്ടാലുണ്ടല്ലോ. ആവുന്നത്ര പരിഭവം നിറച്ച് ഏങ്ങിക്കൊണ്ട് പറഞ്ഞവൾ. ഹോ, തുടങ്ങിയവള്. ഇനി കല്യാണം കഴിഞ്ഞാൽ നീ തന്നെ പറയണം. ഓളെ എഴുതി വെച്ചോ. ആദ്യ രാത്രി നിന്നെ കൊണ്ട് ഞാൻ വരപ്പിക്കും. ഞാൻ ചാട്ടമ്പി കല്യാണി. അതോട്ടെ, അവിടെ ബെഡ്റൂം എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ബെഡിന് കുറച്ച് വലിപ്പം കൂടി പോയല്ലേ? ചെറിയ ബെഡാ എനിക്കിഷ്ടം. അതാവുമ്പോ നമുക്കിങ്ങനെ നിർത്തോ. നീ ബെഡിന്റെ അളവെടുക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അല്ലല്ലോ, ചേട്ടൻ വന്നതേ മോൾക്ക് ഡ്രസ് തരാനാ. പറഞ്ഞുകൊണ്ട് കയ്യിൽ കരുതിയ കവർ തുറന്ന് അതിൽ നിന്ന് ഓറഞ്ച് കറിയുള്ള സെറ്റ് സാരി എടുത്ത് അവളുടെ തോളിലേക്ക് വെച്ച് ധ്രുവ്. എന്റെ കൊച്ച് ആശിച്ചെടുത്തല്ലേ ഈ സാരി. പിന്നെ എങ്ങനെയാ ധ്രുവേട്ടന് എന്റെ പെണ്ണിന്റെ ഇഷ്ടം കാണാതിരിക്കാൻ കഴിയാ? കല്യാണിക്കുട്ടി മോൾക്ക് ഇഷ്ടപ്പെട്ട ഈ സാരിയും ചുറ്റിയിട്ട് അമ്പലത്തിൽ പോയാ മതി. പറഞ്ഞ ശേഷം കവറിൽ നിന്ന് ഒരു ജോഡി ദാവണി സെറ്റ് കൂടി പുറത്തേക്ക് എടുത്തു അവൻ. പച്ചയും ഓറഞ്ചും നിറത്തിലുള്ള മനോഹരമായ ദാവണി സെറ്റ് കാണി കല്യാണിയുടെ കണ്ണുകൾ വിടർന്നു. ഇത് ധ്രുവേട്ടൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയതാ. കല്യാണി കൊച്ചിന് ഇഷ്ടമാണെങ്കിൽ ഇതും പരിഗണിക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ മാരേജിന് ഇനി 14 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സോ ഇന്ന് രാത്രി കേക്ക് മുറിച്ച ശേഷം ഈ റൂമിന്റെ ബാൽക്കണിയിൽ നിനക്കായി ഞാൻ കാത്തിരിക്കും. എന്റെ കൊച്ചിന്റെ മനസ്സിലുള്ളത് ഏത് എന്റെ കണ്ണിൽ നോക്കി അങ്ങ് പറയണം. പിന്നെ എന്റെ ഫോട്ടോ കിട്ടാൻ പോയ ആ ഉമ്മ പിറന്നാൾ സമ്മാനമായിട്ട് എനിക്കിങ്ങനെ നേരിട്ട് തന്നാ നന്നായിരുന്നു. അവസാനത്തെ ആ ഡയലോഗ് കേട്ടതും കല്യാണി എരിവലിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ച് തിരിഞ്ഞു വന്നു. അയ്യേ, നാണം കിട്ടും. ഞാൻ ഇനി എന്തിനു ജീവിക്കണെന്റെ ദൈവമേ, മടുത്തു എനിക്ക് ഈ ജീവിതം. ഓർത്തുകൊണ്ട് ഇന്ന മുറിയുടെ വാതിലടയുന്ന ഒച്ചയും ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ഒച്ചയും അവൾ ഒരുമിച്ച് കേട്ടു. എല്ലാം കേട്ടുകൊണ്ട് ഇറങ്ങി വന്ന കാർത്തിക കല്യാണിയുടെ കയ്യിലിരിക്കുന്ന സെറ്റ് സാരിയിലേക്കും ബെഡിൽ കിടക്കുന്ന ദാവണി സെറ്റിലേക്കും മാറി മാറി നോക്കി. സെറ്റ് സാരി കട്ടിലിട്ട ശേഷം ദാവണി കയ്യിലെടുത്ത് കല്യാണി വേഗത്തിൽ ബാത്റൂം ലക്ഷ്യമാക്കി ഓടി. കല്യാണി ശ്രീകോവിലുമ്പിൽ തൊഴുകയോടെ നിൽക്കുമ്പോഴാണ് പുറകിൽ വിനയുടെ വിളി കല്യാണി കേട്ടത്. യാതൊരുവിധ സങ്കോചവും കൂടാതെ അവൾ തിരിഞ്ഞു നോക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വിനയേട്ടാ? അത് കല്യാണി, എനിക്കൊരു അബദ്ധം പറ്റി. താൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് തന്നെ ഇഷ്ടമാണ്. അന്നത്തെ ആ സാഹചര്യത്തിൽ കാർത്തി വിവാഹം കഴിക്കാൻ സമ്മതം മൂളുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ നീയാണെന്ന്. നഷ്ടപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് നീയേ ചേരുള്ളൂ. കാർത്തികൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥയും ഉണ്ടാവില്ല കല്യാണി. കൊള്ളാം. അപ്പോഴും വിനയേട്ടന് സ്വന്തം ജീവിതാവരുതല്ലേ? 1.5 മാസം കൊണ്ട് കാർത്തിക് നിങ്ങൾക്ക് ചേരില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കല്യാണി ജീവിതത്തിൽ വന്നാൽ കൊള്ളാമെന്ന് തോന്നിയല്ലേ? അതുകൊട്ടെ, കല്യാണ ശേഷമാണ് കാർത്തിക് നിങ്ങൾക്ക് ചേരുന്ന പാർട്ട്ണറിലെന്ന് തോന്നിയെങ്കിലോ അപ്പോഴും മറ്റൊരു സ്ത്രീ തിരയായിരുന്നു നിങ്ങൾ? എനിക്കതൊന്നും അറിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കാർത്തികേക്കാൾ ഒരുപാട് ഇഷ്ടമാണ്. നോക്ക് കല്യാണി, ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞു. ആദ്യമൊക്കെ എതിർത്തു. അത് അച്ഛൻ ഇങ്ങോട്ട് വരാതിരുന്നു. പക്ഷെ അച്ഛൻ സമ്മതിച്ചു.
നമ്മുടെ കുടുംബത്തിലെ മരുമകളായി യോഗ്യത ഉള്ളവള് നീയാണെന്ന് അച്ഛനും മനസ്സിലാക്കി. ആണോ? കൊള്ളാം. പക്ഷെ ജാതകം അത് മാറിപ്പോയില്ലേ? നിലവിളക്കിന് മുമ്പിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങിയ ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടുള്ളൂ എന്നുള്ള ചന്ദ്രമ്മാവിന്റെ നിയമം ഇവിടെ പോയി. വീരോടെ കല്യാണി പറഞ്ഞു. തന്റെ ഈ ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. പോട്ടെ, വിട്ടേക്ക്. നീ അങ്ങോട്ട് നോക്കിയേ, കണ്ടോ? എൻ്റെ അച്ഛനും അമ്മയും നിന്റെ അമ്മയോടും ചെറിയമ്മയോടും സംസാരിക്കുന്നത് അത് നമ്മുടെ കാര്യമാണ്. നിന്റെ അമ്മക്ക് സന്തോഷമായി. കാരണം ധ്രുവും നീയും തമ്മിൽ ഒരിക്കലും ചെയ്യില്ലെന്ന് അവർക്കറിയാം. പെട്ടെന്നാണ് കാർത്തിക് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് ഓടി വന്ന്. വിനീട്ട, എന്നെ അവന്മാര് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുന്നവളെ ഒരു പകപ്പോടെ നോക്കി കല്യാണി. എന്നാൽ വിനയന്റെ ദേഷ്യം അങ്ങ് ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു. എന്താ കാർത്തിക ഇത്? ഡോണ്ട് യു ഹാവ് എനി കോമൺ സെൻസ്? രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന നീ കണ്ടില്ലേ? വിനയുടെ ആക്രോശം കൂടി ആയതും കാർത്തികയുടെ കരച്ചിലിന് ആക്കം കൂടി. എന്താ മോളെ, എന്താ കരയുന്നു? ചേച്ചിയോട് പറ. ആര് നിന്നെ എന്ത് ചെയ്തുന്നാ? ക്ലബിലെ ഓണാഘോഷ പരിപാടികളും മറ്റും കാണാമെന്ന കുറെ വരുത്തന്മാർ ക്ഷേത്രത്തിന് പുറകിൽ നിന്ന് വെള്ളടിക്കാൻ തുടങ്ങിയിരുന്നു. ഈ സമയം അതുവഴി പോയ കാർത്തികയുടെ പുറകെ ഓരോന്ന് പറഞ്ഞ് കൂടെ കൂടി അവന്മാർ. അതിലൊരുത്തൻ അവളെ കയറി പിടിച്ചു. കുതിരി മാറുന്നതിനിടയിൽ അവന്റെ കൈകൾ കൊണ്ട് തന്നെ അവളുടെ ബ്ലൗസ് അല്പം കീറി. ഭയന്ന് വിറച്ചുകൊണ്ട് കാർത്തിക ഓടിയെത്തിയതാണ്. കാർത്തികയുടെ വായിൽ നിന്ന് ഇത്രയൊക്കെ കേട്ടിട്ടും വിനയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. കാർത്തിക, അതിന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെന്താ? കളഞ്ഞേക്ക്. കല്യാണി, താൻ വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വിനയ് പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ കാർത്തികയുടെ കൈയും പിടിച്ച് കല്യാണി വിമലക്കടുത്തേക്ക് ഓടി. വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട വിമലെ, ആൾക്കാരൊക്കെ അറിഞ്ഞാൽ നാണക്കേടാ. ഒന്നും സംഭവിച്ചില്ലാലോ, ഉടുപ്പൽപ്പം കീറി, അത്രയല്ലേ ഉള്ളൂ. ശോഭന തന്റെ അഭിപ്രായം പറയുമ്പോൾ ചന്ദ്രനും അതിനെ ശരിവെച്ചു. പക്ഷേ വിമലയ്ക്ക് തന്റെ മകളുടെ കണ്ണുനീർ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ കാർത്തികയുടെ കൈയും പിടിച്ച് ക്ഷേത്രത്തിന് പുറകുവശത്തേക്ക് നടന്നു. എന്ന് വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് കുടുംബക്കാരും ചർച്ച ചെയ്യുവാണോടി തള്ളേ? വിളിക്ക് നിങ്ങളെ മോളെ കെട്ടാമോടവനെ. ധ്രുവനെയോ ഇന്ദ്രനെയോ ശിവനെയോ ആര് വേണേനും വിളിക്ക്. അല്ല, ഇതാരം മറ്റൊരു സുന്ദരി. കൊള്ളാലോ. നിന്റെ അമ്മ എന്തോ പേര് വിളിക്കുന്ന കേട്ടല്ലോടി. ഓ, കല്യാണി. കൊള്ളാം, നല്ല ഉരുപ്പടി. ആ മോളെ, ഓണായിട്ട് മോളൊന്ന് ചേട്ടന്മാരെന്ന് സന്തോഷിപ്പിക്ക്. ഒരു ചെറുത് കൂടി ഒഴിക്കും, സോഡ വേണ്ട. ആർത്തട്ടിച്ചുകൊണ്ട് മുന്നോട്ട് കയറി വരുന്ന മനക്കാണ് എല്ലാവരും ഭയത്തോടെ പുറകിലേക്ക് ചൂട് വെച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞ, 2 പെൺകുട്ടികളെ വെച്ചിട്ട് അവൾ പ്രതികാരം ചെയ്യാൻ പോയിക്കുന്നു. കിട്ടിയല്ലോ. ശോഭന വിമലയെ കുറ്റപ്പെടുത്തി. മുന്നിലേക്ക് വേഗത്തിൽ നടന്നു വന്ന കല്യാണിയുടെ കയ്യിൽ തന്നെ കയറി പിടിച്ചു. എന്നെ വിട് അമ്മ, വീട്ടിലെ പട്ടികളെ. കൊച്ചു നിങ്ങളെ കൂടി ചേർത്താ വിളിച്ച് വന്ന് പിടിക്കടാ അവിടെ. കയ്യിൽ പിടിച്ചവൻ മറ്റന്മാർ നോക്കി ഒച്ചയെടുത്തു. പെട്ടെന്നാണ് താളത്തിലുള്ള ഒരു ചൂളമടി ശബ്ദം അവിടെ കേട്ടത്. പേടിച്ച് നിന്ന് എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കിയതും ആ ദിശയിലേക്ക് ലവന്മാരും എത്തി നോക്കി. മുണ്ടും മടക്കി കുത്തി ചൂളമടിച്ചു വരുന്ന ധ്രുവിനെ കണ്ടതും കാർത്തിക ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നോക്ക് ധ്രുവേട്ട, എന്നെ അവൻ കയറി പിടിച്ചു. എന്റെ ബ്ലൗസ് വലിച്ചു കയറി. ഇപ്പൊ ഓരോന്നും പറയാ. ഓക്കെ, ചേട്ടൻ വന്നില്ലേ? വിനേട്ടാ, കൊച്ചിനെ പിടിക്ക്. ഞാൻ എന്റെ കൊച്ചിനെ ഒരു ഹാപ്പി ഓണം പറഞ്ഞിട്ട് പെട്ടെന്ന് വരാം. ധ്രുവ് കാർത്തിക അടുത്തി മാറ്റി വിനയുടെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് കല്യാണിക്കടുത്തേക്ക് നടന്നു. നീയാണോടാ ഈ തള്ള പറഞ്ഞ ധ്രുവൻ? ഇതിലെ എവളാടാ നിന്റെ പെണ്ണ്? ഇവളോ മറ്റോളോ? അതോ രണ്ടിനെ നീ വെച്ചോണ്ടിരിക്കുകയാണോ? വാവ്, നൈസ് ക്വസ്റ്റ്യൻ. അപ്പൊ കല്യാണി കൊച്ചേ, ഇതിനുള്ള മറുപടി മോൾ ആ ഗുണ്ടച്ചേട്ടൻ അങ്ങ് കൊടുത്തേ. നിന്ന് ചലക്കാൻ വന്ന് രക്ഷിക്കണ പട്ടി. ധ്രുവിനെ നോക്കി കല്യാണി അലറി. എയറിലാണെങ്കിലും നിന്റെ ചട്ടമ്പിത്തരൊന്നും കുറഞ്ഞില്ലല്ലോടി ചട്ടമ്പി കല്യാണി. അപ്പോഴേ എന്നോട് പറ, ഐ ലവ് യുന്ന്. ആ പന്നി, സത്യം പറ, ഈ നിന്റെ ആൾക്കാരല്ലേ? അങ്ങനെ വല്ല ആണേ മോനെ ധ്രുവ, നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടാ. നിന്റെ ബർത്ത്ഡേയും ഡെത്ത് ഡേയും ഒരുമിച്ച് ആഘോഷിക്കും നമ്മള്.
ധ്രുവിനെ കണ്ട ആശ്വാസത്തിലാവണം പെണ്ണ് നല്ലോണം നിന്ന് തുള്ളുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് അവിടെ ധാവണി ഷോണ്ട് അറ്റത്തൊരുവന്റെ പിടി വീണ്. എല്ലാവരും ഒരുപോലെ പകച്ച നിമിഷം പിടിച്ചവന്റെ നെഞ്ചിൻ കൂടെ അടിച്ച് അകത്തിയേറ്റി ധ്രുവ് വലതുകാലം ഉയർത്തി അവൻ ആഞ്ഞു ചവിട്ടിയതും കല്യാണിയുടെ ധാവണി ഷോളും കൊണ്ട് അയാൾ ദൂരേക്ക് തെറിച്ചു വീണു. ഒന്ന് കറങ്ങി ചുറ്റി വന്നവളെ പൊതിഞ്ഞു പിടിച്ച ശേഷം തന്റെ ഷർട്ട് വലിച്ചു പൊട്ടിച്ച് അവിടെ നഗ്നത മറിച്ചിരുന്നു ധ്രുവ്. എല്ലാ നിമിഷങ്ങൾക്കുള്ളിൽ നടന്നുകൊണ്ട് സീനാരും നല്ലപോലെ കണ്ടില്ല. ഏതുകൊണ്ടൊക്കെയാണ് ഈ പെണ്ണെ സാരി വേണ്ടെന്ന് ഞാൻ പറയുന്നു. ഫസ്റ്റ് നൈറ്റിലെ സസ്പെൻസ് മൊത്തം ഇപ്പൊ പൊളിഞ്ഞാണ്. ഒരു കുറുമ്പോടെ പറഞ്ഞ ശേഷം കല്യാണിയെ വിമലക്കടുത്തേക്ക് മാറ്റി നിർത്തിയവൻ. അപ്പൊ എങ്ങനെയാണോ തുടങ്ങുമല്ലേ ഓണത്തല്ലേ, അതും കൂടി ഇല്ലാതെ എങ്ങനെയാ ഓണം പൂർത്തിയാവാ? വിളിച്ചു കൂവിക്കൊണ്ട് അവന്മാർക്ക് നേരെ ചീറിയെടുത്ത് ധ്രുവ്. പിന്നെ ഒരു ജഗപുക മേളമായിരുന്നു. ക്ലബിൽ നമ്മുടെ പയ്യന്മാരെല്ലാം ഇവിടുന്ന് ഓടിയെത്തി. 4 വരത്തന്മാരെയും പഞ്ഞിയുറ്റി പന്തം കൊളുത്തി ആംബുലൻസിൽ കയറ്റി വിട്ടു. വീട്ടിൽ തിരിച്ചെത്തിയവർ കുറച്ചു നേരത്തെ ശോകത്തിന് ശേഷം ഒരു കുളിയും പാസ്സാക്കി ബാക്ക് ടു നോർമൽ അവസ്ഥയിലെത്തിയതും വീണ്ടും നമ്മുടെ 8ന്റെ ജാതകം കുത്തിപ്പൊക്കി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ മനുഷ്യനല്ലേ, ഒരു പിഴവ് ആർക്കും പറ്റും. ജാതകം കൊടുക്കൽ നടന്നിട്ടില്ല എന്ന് കരുതാ നമുക്ക്. വിനയ്ക്ക് ചേരുന്നത് കല്യാണി തന്നെയാ, ധ്രുവിന് കാർത്തികയും. ചേരേണ്ടതേ ചേരും, അല്ല ചേരേണ്ടതേ ചേർത്ത് വെക്കാൻ പാടുള്ളൂ. എല്ലാം സർവേശ്വരന്റെ മായ, അല്ലാണ്ട് എന്ത് പറയാൻ. ചന്ദ്രന്റെ പ്രസംഗം തകൃതിയായി നടക്കുമ്പോൾ പഴയ പോലെ പകച്ചിൽക്കുന്ന കല്യാണിയെ ചുമരും ചാരി നോക്കുന്ന ധ്രുവ് അച്ഛന്റെ വാക്കിന് വിരൽപ്പിച്ച വിനയും തുള്ളിച്ചാടാൻ തയ്യാറെടുത്ത് കാർത്തികയെ നിൽക്കുമ്പോൾ കല്യാണിയുടെ മനസ്സിലൊരുവന്റെ വാക്കുകൾ മുഴങ്ങി കേട്ടു. എനിക്ക് നീയും കാർത്തികയൊക്കെ ഒരുപോലെ തന്നെയാണ് എന്ന് കരുതി വിനയേട്ടനെ പോലെ ഞാൻ ഒരിക്കലും മറികണ്ടം ചാടില്ല. അവസാനം വരെ ഞാൻ സൈലന്റായി നിന്ന്. അതുകൊണ്ട് തന്നെയാണ് എന്നെ മാത്രമേ വിവാഹം കഴിക്കുമെന്ന് കാർത്തിക് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ജാതകത്തിന്റെ പേരിലും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ലായിരുന്നു. വാക്ക്, അതിനായി ധ്രുവകൃഷ്ണൻ എപ്പോഴും വില കൽപ്പിക്കുന്നത്. അന്ന് അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. നെഞ്ചിൽ കയ്യും പിണച്ചേട്ടി തന്നെ നോക്കി നിൽക്കുന്നവനെ കല്യാണിയും ഇമച്ചിമാ നോക്കി നിന്നു. അവന്റെ ചുണ്ടിൽ പെട്ടെന്ന് ഒരു പുഞ്ചിരി മുട്ടിട്ടു. അതേ പുഞ്ചിരി അവളുടെ ചുണ്ടിലും ആ നിമിഷം ഉണ്ടായി. ചുണ്ട് കോർപ്പിച്ച് ഒരു ഫ്ലെയിം കിസ് കൊടുത്തുകൊണ്ട് ഇരുകൈകളും വിടർത്തി പിടിച്ചവൻ പെണ്ണ് പാഞ്ഞുകൊണ്ട് ഓടി അവന്റെ നെഞ്ചിലേക്ക് വീണു. അവിടെ നിന്ന് ഓരോരുത്തരെയും കണ്ണുകൾ ബുൾസ അടിച്ച പോലെ മിഴിഞ്ഞു വന്നു. അപ്പൊ ചന്ദ്രമല്ലിയച്ചോ, ആ 8ന്റെ ജാതകം അങ്ങ് മടക്കി വെച്ചേക്ക്. ഈ ധ്രുവിന്റെ ജാതകം കല്യാണിയുടെ ജാതകമായിട്ട് ചേർത്ത് വെച്ചത് മുകളിൽ നിന്ന് വികൃതിയാട്ടി ചിരിക്കുന്നവനാ. അത് ഈ ജന്മത്തിലായാലും വരും ജന്മത്തിലായാലും. വിനയ് ചേട്ടോ, ഒരേ സ്വഭാവമുള്ള മനുഷ്യർ ഈ ഭൂമിയിലെ ജനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും സ്വഭാവം ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. ആക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്ട്. ലൈഫിൽ ഈ 2 വാക്കുകളുടെ അർത്ഥം അറിയുന്നവന് തന്റെ പാർട്ണറെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കാൻ കഴിയും. വാവ കളിച്ചിറന്നവന്റെ വായിൽ നിന്നും വായിൽ കൊള്ളാത്ത ഡയലോഗ് കേട്ടത് എല്ലാവരും മിടുക്കനായെന്ന പോലെ അവനെ നോക്കി ചിരിച്ചു. ചെക്ക സത്യം പറ, ഈ ഡയലോഗ് ഏത് ബുക്കിലാ നീ വായിച്ചേ? ആ ബുക്കിന്റെ പേര് ചേട്ടൻ മോൾക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ പറഞ്ഞു തരാം. കല്യാണി. അവളൊരു ചിരിയോടെ തന്നെ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. കാർത്തിയെ കുറെ പായൊക്കെ ചവിട്ടി കീറിയെങ്കിലും അവസാന സ്ഥിരം ക്ലീശയെ പോലെ 2 കല്യാണം ഒരുമിച്ച് തന്നെ നടന്നു. കല്യാണി ധ്രുവിനും കാർത്തിക വിനയ്ക്കും സ്വന്തമായി. ഒരു ഗ്ലാസ് പാലുമായി മുറിയിൽ കയറി വന്നവരുടെ അടുത്തേക്ക് ചൂട് വെക്കുന്നതിന്റെ മുഖത്ത് നിർവികാരത ഒരിക്കൽ കൂടി കല്യാണിയെ തളർത്തി. താളബോധമില്ലാതെ മിണിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ പ്രയാസപ്പെടുന്നവൾക്കടുത്തായി വന്ന് നിന്നുകൊണ്ട് അവൻ പതിയെ ചോദിച്ചു. അതെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഇത്രക്കായ സ്ഥിതിക്ക് ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഒരു ഉമ്മേരിയോ പട്ടി തെണ്ടി രാജമേ, ഈ തക്കമ്മോളുടെ ധ്രുവേട്ടൻ തന്നെയാ. അത് കാർക്കടി വേണ്ട, വേണ്ട ധ്രുവേട്ട. അവളെയും വലിച്ച് ബെഡിലേക്ക് വീഴുമ്പോൾ അവൻ ആവശ്യമുള്ളതൊക്കെ അനുവാദം കൂടാതെ അവൻ കട്ടെടുത്ത് തുടങ്ങിയിരുന്നു. നമ്മുടെ ഷാവുൽ മലി സ്റ്റോറീസിൽ വൈകിട്ട് 4 മണിക്ക് ജിഫ്ന നിസാറിൻ്റെ പ്രിയെ പ്രാണനെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ നീലാംബരി എഴുതുന്ന തുടക്കത്തെയാണ് ആരംഭിക്കുന്നത്. മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ആ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ എഴുത്തുകാരി കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമാണ്. താങ്ക് യു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ.